വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്നത് ഈ ഗൺമാന്മാർക്ക് എതിരായ നടപടി ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം എന്നുള്ളതായിരുന്നു. അതായത് ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. അതിൽ പുനരന്വേഷണത്തിനുള്ള സംഘത്തെ നിശ്ചയിച്ചു. ആ പുനരന്വേഷണത്തിനുള്ള സംഘത്തെ നിശ്ചയിക്കുകയും അതുപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം ആദ്യത്തെ റിപ്പോർട്ട്, പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ നടപടി ഉടൻ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഒപ്പം ഇതാ മുൻകൂർ ജാമ്യാപേക്ഷ ഇവർ നൽകിയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രതികളായിട്ടുള്ള 5 ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് വകുപ്പ് തല നടപടികൾ ഉണ്ടായേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും ഒപ്പം ശരണ്യ സ്നേഹജനും ആണ് ചേരുന്നത്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുനരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ, അതായത് പൊതുസമൂഹത്തിന് ഗുരുതരമെന്ന് തോന്നിയത് ഗുരുതരമായിരുന്നില്ല എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള സർക്കാരിൻ്റെ വിലയിരുത്തൽ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചുമതലയെന്ത്, പോലീസ് കീഴ്പ്പെടുത്തി നിർത്തിയിട്ടുള്ള പ്രതികളെ തല്ലിച്ചതയ്ക്കുന്നത് ശരിയാണോ, അങ്ങനെയുള്ള നിരവധിയായ കണ്ടെത്തലുകളിലേക്കാണല്ലോ ഈ റിപ്പോർട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അടിയന്തരമായൊരു നടപടി, സസ്പെൻഷൻ പോലെയുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നു എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ് ഡാൻ? റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചതിന് ശേഷം വിശദമായ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാന്മാരായിരുന്ന അനിൽ കൊല്ലിയൂരിനെതിരെയും അതോടൊപ്പം തന്നെ സന്ദീപിനെതിരെയും വകുപ്പ് തല അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അത് എത്രമാത്രം ഗ്രാവിറ്റിയിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. സ്വാഭാവികമായി അന്വേഷണത്തിന്റെ ഭാഗമായി അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് ഏത് തരത്തിൽ അന്വേഷണം വന്നാലും അപ്പോഴൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തിരുത്താനായി, അതിൽ ഭേദഗതികൾ വരുത്താനായി ADGP ആയിരുന്ന MR അജിത് കുമാർ നടത്തിയ ഇടപെടലുകൾക്കെതിരെ ഉയരുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി MR അജിത് കുമാറിനെതിരെ കൂടി അവർ മൊഴി നൽകുന്ന സാഹചര്യം. ഈ അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയ DYSPയും 5 ഉദ്യോഗസ്ഥരും MR അജിത് കുമാറിനും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെ കൂടി മൊഴി നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അജിത് കുമാറിനെതിരെ ഏത് തലത്തിൽ വേണം വകുപ്പ് തല നടപടി എന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. MR അജിത് കുമാറിനെതിരെ നേരത്തെയും പലതരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം നിയമപരമായി അദ്ദേഹത്തിനെതിരെ ഒന്നും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവിടെ കൃത്യമായി ഗുരുതരമായ പരാമർശങ്ങൾ MR അജിത് കുമാറിന്റെ ഇടപെടലുകൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ, അവരെ ചോദ്യം ചെയ്യാതിരിക്കാനൊക്കെയുള്ള ബോധപൂർവമായ നീക്കം ADGP ആയിരുന്ന അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് വയനാട് ദുരന്തത്തെ മറയാക്കി മാധ്യമ ശ്രദ്ധ ആ വിഷയത്തിൽ നിന്നിരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി 3 ദിവസം ഇവിടെ താമസിപ്പിച്ച് റിപ്പോർട്ടിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയുണ്ടായ സംഭവങ്ങൾ എന്ന് എഴുതി ചേർക്കാൻ അദ്ദേഹം ബോധപൂർവം ശ്രമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതുതന്നെയാണ് അവർ മൊഴിയായി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ആരോപണമുയർന്ന മറ്റ് 2 ഉദ്യോഗസ്ഥർക്കുമെതിരെ കൂടി വകുപ്പ് തല നടപടി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രി ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനായി വിജിലൻസ് ആസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് ഒരുപക്ഷെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടുകൂടി പ്രതികരിക്കാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നടപടി വൈകാതെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും ഡാൻ, അടുത്ത വാർത്തയായി നമുക്ക് ആ വിജിലൻസ് യോഗത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കാരണം ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. എല്ലാ മേഖലകളിലും അടക്കം അഴിച്ചുപണിയോ അല്ലെങ്കിൽ പല മാറ്റങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അതേസമയം ഈ വിഷയത്തിൽ, അതായത് ഗൺമാന്മാരുടെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയോടുകൂടി സമീപിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ആലപ്പുഴയിൽ നിന്നാണ്. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, നേരത്തെ തന്നെ, അതായത് ഈ ഗൺമാന്മാരുടെ നടപടി, അവരുടെ ലാത്തി ചാർജ്, അത്
ഒരുപക്ഷെ മരണകാരണം പോലും ആയേക്കാവുന്ന തരത്തിൽ തലയ്ക്കടിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു അന്ന് നടത്തിയത്. ഇപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അതിക്രമം കാണിക്കുന്നവർക്ക് നേരെ അത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് കീഴ്പ്പെട്ട് നിന്നിരുന്ന ആളുകൾക്ക് നേരെയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുണ്ട്. കോടതി അടക്കം ഇതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടതാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി.ഡി. സതീശൻ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയ പ്രതികാരം എന്ന നിലയിലല്ല കാണുന്നത്, മറിച്ച് കോടതിയുടെ ഉത്തരവുണ്ട്, ഇതിൽ പുനരന്വേഷണം നടക്കണം എന്നുള്ളത്. അത് പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിവെക്കുകയും അതിലൊരു സ്റ്റെപ്പ് പോലും എടുക്കാതിരിക്കുകയും ചെയ്ത് ആ ഗൺമാന്മാരെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നുവെന്ന് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇവിടെ ഇതാ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നുവെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് പോലെയുള്ള നടപടികൾ പോലും ഈ പോലീസുകാർ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭയക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ശരണ്യ? അഭിലാഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് ഈ എ.ഡി. തോമസിനെയും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സംഭവത്തിനകത്ത് ഈ ഗൺമാൻമാർ ഈ യുവാക്കളുടെ തലയ്ക്കാണ് ആദ്യം അടിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇവരെ അരൂർ പോലീസ്, അതായത് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് ഈ നവകേരള ബസ് കടന്നുപോയ സമയത്ത് ഈ യുവാക്കൾ രണ്ടുപേർ, അതായത് അന്നത്തെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് എ.ഡി. തോമസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായ അജയ് ജുവൽ കുര്യാക്കോസും, ഇവർ രണ്ടുപേരും മുദ്രാവാക്യം വിളിക്കുന്നത്. അന്ന് അരൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ ജംഗ്ഷനിലുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരെ പിടിച്ചു മാറ്റുന്നു. അവര് മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധത്തിനും നീങ്ങാതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പോലീസുകാരുടെ കൂടെ നടന്നു നീങ്ങി അവര് സൈഡിലേക്ക് മാറി നിൽക്കുന്നതിനിടയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനമായി കടന്നു വന്ന വാഹനം നിർത്തുകയും അനിൽ കല്ലിയൂറും സന്ദീപും ഒപ്പം തന്നെ മറ്റ് 3 പേർ ഷൈജു, വിപിൻ, അരുൺ എന്നീ 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ അടിക്കുന്നത്. അതിൽ തന്നെ അടിയേൽക്കുന്നത് തലയ്ക്കാണ്. തലയ്ക്ക് അടിയേറ്റ് തോമസിന്റെ തല പൊട്ടി, തല മുറിഞ്ഞ് ചോര ഒലിക്കുന്ന സമയത്തും ഇവർ വീണ്ടും അടിച്ചു എന്നുള്ളതാണ്. അതായത് നിരവധി തവണ വൈരാഗ്യ ബുദ്ധിയോടെ വീണ് കിടക്കുന്ന ഈ ചെറുപ്പക്കാരെ അടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈ ചെറുപ്പക്കാർ കൈകൊണ്ട് പല അടികളും, അതായത് വലിയ ലാത്തി, സാധാരണ ലാത്തി പോലും അല്ല, വലിയ ലാത്തി ഉപയോഗിച്ചാണ് ഇവരെ അടിക്കുന്നത്. ഇവർ കൈകൊണ്ട് ഈ അടികൾ തടഞ്ഞത് കൊണ്ട് ആണ് കൂടുതൽ അടി തലയ്ക്ക് ഏൽക്കാതിരുന്നതും. ഒപ്പം തന്നെ ഈ അജയുടെ ഷോൾഡറിന്റെ എല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു പോലീസുകാരന്റെ, ഇത് തടഞ്ഞ പോലീസുകാരന്റെ കൈവിരൽ ഒടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയധികം പ്രഹരം ഏൽപ്പിച്ചിട്ടാണ് ഇവരുടെ വാഹനം കടന്നു പോകുന്നത്. മാത്രമല്ല ഈ അകമ്പടി വാഹനത്തിൽ പോകുന്നവർ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കേണ്ടവരായിരുന്നു. എന്നാൽ അവർ ആ വാഹനത്തിനോടൊപ്പം സഞ്ചരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ യുവാക്കളെ കയ്യിൽ ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള സംഭവങ്ങളൊന്നും തന്നെ കരുതാൻ പാടില്ല. എങ്ങനെ ആ വാഹനത്തിൽ ഇതുണ്ടായി, തിരിച്ചിവർ ഇറങ്ങി വന്ന് അടിച്ചു, ലാത്തി കൊണ്ട് അടിച്ചു എന്നുള്ളതൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായത്. അന്ന് തന്നെ ഇത് ചട്ടലംഘനമാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നിയമപരമായ അത്തരം വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് ആലപ്പുഴ സൗത്ത് പോലീസിന് ആദ്യം എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവരുടെ മേലുള്ള സമ്മർദ്ദം തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസ് എടുക്കാത്ത ഘട്ടത്തിൽ പോലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഈ ഗൺമാൻമാരുടെ പ്രവൃത്തി ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടി മുകളിലേക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടാണ് ആദ്യം പൂഴ്ത്തപ്പെട്ടത്. അതിനുശേഷം ഇവർക്കൊരു ജാമ്യത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഒരുക്കിയ ശേഷം മാത്രമാണ് ഇവിടെ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതും അജയും ഒപ്പം തന്നെ തോമസും കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കൃത്യം 1 വർഷം കഴിഞ്ഞതോടുകൂടി തന്നെ ഈ കേസ് റെഫർ ചെയ്ത് തള്ളിയതിനെ പറഞ്ഞൊരു ന്യായം എന്ന് പറയുന്നത് ഇത്രയധികം കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ പോലീസിന് മാത്രം ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു. CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. മാധ്യമപ്രവർത്തകർ മൊഴി നൽകിയിട്ട് പോലും അത് മൊഴി കൃത്യമായി രേഖപ്പെടുത്താനോ അത്തരമൊരു മൊഴിയോ ഇല്ല. ഇവർ അവരുടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള ഔദ്യോഗിക ഡ്യൂട്ടിയിൽ ഇത് ചെയ്തു എന്നുള്ള വിശദീകരണമാണ് നൽകി ഇത് റെഫർ ചെയ്യുന്നത്. ലോകം മുഴുവൻ കണ്ട ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളില്ല എന്നായിരുന്നു കോടതിയോട് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങൾ കോടതിക്ക് മുന്നിൽ നേരത്തെയും എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കോടതി പുനരന്വേഷണം പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് നൽകുന്ന സുരക്ഷയിലെ ഗൺമാന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ചുമതലകൾ എന്തൊക്കെ, അവർക്ക് ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വരെയാണ് സ്വാതന്ത്ര്യം, അവർക്ക് ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വളരെ വിചിത്രമായി തോന്നിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ അകമ്പടി വാഹനങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാമല്ലോ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കോടതിയിലേക്ക് ഇനി കൂടുതൽ വിവരങ്ങളും
എത്തുന്നു. വകുപ്പുകളടക്കം ചുമത്തി കോടതി റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കോടതിയിൽ നിന്നടക്കം ഇതിലൊരു വ്യക്തത കൈവരുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലല്ലോ. അഭിലാഷ്, ഇന്ന് ആലപ്പുഴ ജില്ലാ കോടതി ഇവരുടെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. അതായത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഈ യഥാർത്ഥത്തിൽ വകുപ്പുകൾ നോക്കുകയാണെങ്കിൽ തലയ്ക്കാണ് അടിയേറ്റിട്ടുള്ളത്, തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്, ആവർത്തിച്ച് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇവരുടെ മേൽ ചുമത്തപ്പെടും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത. അതേ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാകണം ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അനിൽ കല്ലിയൂറും സന്ദീപും ആലപ്പുഴ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവര് നേരത്തെ കേസിൽ 1ഉം 2ഉം പ്രതികളായ അനിലും സന്ദീപുമാണ് ഉണ്ടായിരുന്നത്. പിണറായിയുടെ ഗൺമാൻമാനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ്. അതിനുശേഷം പിന്നീട് ഈ 3 പ്രതികളെ കൂടെ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അതായത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരായ 3 പേരെ കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അനിൽ കല്ലിയൂറും സന്ദീപുമാണ് അവരാണ് പ്രധാനമായി ഈ ചെറുപ്പക്കാരെ കൂടുതലായി അടിച്ചത്. അവർ 2 പേരും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ആലപ്പുഴ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ അജയ് ജുവൽ കുര്യാക്കോസും ഒപ്പം തന്നെ AD തോമസും ആ പെറ്റീഷനിൽ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അവരും കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവർക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ, അത് പരിഗണിക്കുമോ എന്നുള്ളതൊക്കെ ഇന്ന് അറിയാൻ കഴിയും. മറ്റൊന്ന്, ഈ കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ ഇവര് അകത്തു പോകേണ്ടി വരുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഈ വധശ്രമത്തിന്, മനഃപൂർവ്വമുള്ള വധശ്രമത്തിന് കേസെടുക്കുകയാണെങ്കിൽ ഇവരെ ഗൺമാൻമാർ അകത്തു പോകേണ്ട ഒരു സാഹചര്യം വരും. മാത്രമല്ല MR അജിത് കുമാറിന്റെ റോള് ഇതിനകത്ത് കുറെ കൂടി മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. കാരണം ചൈത്ര തെരേസ ജോൺ അടക്കം അയച്ച റിപ്പോർട്ട്, അതിനുശേഷം ചൈത്ര തെരേസ ജോൺ ഇവിടുന്ന് സ്ഥലമാറ്റം വന്നു പോകുന്നു, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സത്യസന്ധമായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി ആധിപത്യം കാണിച്ച് അത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇനി പരിശോധിക്കപ്പെടും. അതിലെന്ത് നടപടി എന്നുള്ളതാണ് കൗതുകകരം. തീർച്ചയായും അത്തരത്തിലടക്കം മൊഴി നൽകിയിട്ടുണ്ട് പുതിയ അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ADGPയുടെ പങ്ക് ആ അന്വേഷണത്തെ അട്ടിമറിച്ചോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിലും ഒരു സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഈ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നിയമപരമായി, കാരണം ഇവിടെയെല്ലാം ഉദ്യോഗസ്ഥരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, സേനയുടെ ഭാഗമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിയമോപദേശം ഉൾപ്പെടെ തേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം തുടർ നടപടികൾ, അത് വകുപ്പ് തലത്തിലാണെങ്കിലും മുന്നോട്ട് പോവുക എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതേസമയം നേരത്തെ ഡാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഡാൻ നിൽക്കുന്നത് തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരാൻ പോവുകയാണ്. അത് ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള വിജിലൻസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ആണ്. വിജിലൻസ് ആസ്ഥാനത്ത് വെച്ചാണ് യോഗം നടക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഞാൻ ഡാനിലേക്ക് പോകുമ്പോൾ, ഡാൻ കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമടക്കം വിളിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനകളും തുടർ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഒപ്പം ഈ വിജിലൻസ് തലപ്പത്ത് അഴിച്ചുപണിക്കുള്ള വലിയ സാധ്യതയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ചില ആരോപണങ്ങൾ കൂടി, ആക്ഷേപങ്ങൾ കൂടി നേരിട്ട സമയമാണ്. പ്രത്യേകിച്ച് കാര്യമായൊന്നും വിജിലൻസിന് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നൊരാക്ഷേപമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമീപനവും നിലപാടും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്ന സൂചനയാണോ നമുക്ക് ലഭിക്കുന്നത്? വിജിലൻസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണോ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ നീക്കം? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് വെച്ച് വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ മയക്കുമരുന്ന് മാഫിയയുടെ വേരറക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ബൃഹത്തായ പദ്ധതിക്ക് പിന്നാലെയാണ് വിജിലൻസ് ആസ്ഥാനത്ത് വെച്ചും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം അല്പസമയത്തിനകം ചേരാൻ പോകുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഓപ്പറേഷൻ സീറോ എന്ന പേരിൽ അഴിമതിരഹിത കേരളം എന്നതിലേക്ക് ഒരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകുകയാണ് വിജിലൻസ്. 1969 വിജിലൻസിന്റെ മാനുവൽ പരിഷ്കരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതിൽ വിജിലൻസ് ഡയറക്ടർക്കും അതോടൊപ്പം ഉദ്യോഗസ്ഥർക്കും കൂടുതൽ അധികാരം പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ മാനുവലിൽ പരിഷ്കാരം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടി വിപുലമായ അധികാരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന തരത്തിലേക്ക് ഈ പരിഷ്കാരം മാറുമ്പോൾ അതിന്റെ കരട് രൂപം ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും 12:30 ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ കാണുക. വിജിലൻസിനെ ഏത് തരത്തിലായിരിക്കും
അഴിമതിരഹിത പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് സജീവമായി ഉപയോഗിക്കാൻ കഴിയുക എന്നതിൽ ക്രിയാത്മകമായ ചില ചർച്ചകൾ ഉന്നതതല യോഗത്തിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ മുൻ DGP ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടി ഇവിടേക്ക് എത്തും. 11 മണിക്ക് തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് വിവരം. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിർണായകമായ ഏത് തീരുമാനങ്ങളിലേക്ക് ഈ ഉന്നതതല യോഗം കടക്കും എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം നേരത്തെ അന്വേഷണം ക്ലോസ് ചെയ്ത ചില കേസുകളിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യമൊക്കെ ഒരു വശത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതികൾ കണ്ടെത്തുന്നതിനും അത് തുടച്ചു നീക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ സീറോ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി വിജിലൻസ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം ആഭ്യന്തരമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. ഏതാണ്ട് 1.5 മണിക്കൂർ സമയമായിരിക്കും ഈ യോഗം വിജിലൻസ് ആസ്ഥാനത്ത് വെച്ച് നടക്കുക. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്ത് തരത്തിലാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു വ്യക്തത വരും. അതോടൊപ്പം ക്രമസമാധാന ചുമതലയിൽ വലിയ അഴിച്ചുപണി നടക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ വിജിലൻസ് തലപ്പത്തും അത്തരത്തിലുള്ള അഴിച്ചുപണി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം സംസ്ഥാന പോലീസ് മേധാവി പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തിയാണ്. 2027 നിലവിലെ പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖരന്റെ കാലാവധി അവസാനിക്കുകയാണ് 2027 ജൂണിൽ. ഒരുപക്ഷെ അതിനുശേഷം മനോജ് എബ്രഹാം ആ പദവിയിലേക്ക് എത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ വിജിലൻസ് തലപ്പത്ത് ഇപ്പോഴൊരു അഴിച്ചുപണി ഉണ്ടാകുമോ അതോ മനോജ് എബ്രഹാമിനെ തന്നെ ഡയറക്ടർ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടായിരിക്കുമോ തുടർ നീക്കങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുക എന്നതിൽ ഇനി വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. തുടർച്ചയായി യോഗങ്ങൾ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടേത്, അതിന്റെ ഭാഗമായി വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗമടക്കം നടക്കാൻ പോകുന്നു. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് 1 മണിക്കൂറിലധികം ഈ യോഗം നീണ്ടു നിന്നേക്കാം. അതിനുശേഷം ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടാകാം. വിവിധ വിഷയങ്ങളിലടക്കം ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ആ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.